ഞാൻ കാശ് വെക്കാറായില്ലടാ. കൺഫോമ കണ്ടുപോകും മാറാ. വേണ്ട തന്നെ ഞാൻ വീണതാ ഗായത്രി. പോയോ? അമ്മ ഇന്നലെ മുഴുവൻ നീ എവിടെയായിരുന്നടാ? ഓ, ഇന്നും ആരെയൊക്കെ തല്ലു വാങ്ങിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നേ. ഓ, പെണ്ണുങ്ങളെ പോലെ ഒന്ന് കരയല്ലട നശൂലമേ. നീ ഒരാണല്ലേ? വാസുവിനെ തല്ലിയമ്മേ. ഞാൻ തേങ്ങയുടെ കാശ് വയ്ക്കാൻ പോയപ്പോ തേങ്ങയുടെ കാശ് തന്നില്ല, എന്നെ ഒരുപാട് തല്ലി. ഓ എന്റെ ദൈവമേ, ഇങ്ങനത്തെ ഒരുത്തരാണല്ലോ എനിക്ക് മകനായി തന്നത്. കുടുംബത്തിലുള്ള ആകെ ഒരു ആന്തര്യം ഒരു മകൾക്കും കൊള്ളുകയല്ല. എന്നെ നമ്പരപ്പെടുത്തല്ലേ. നമ്മുടെ പറമ്പിലെ തേങ്ങയല്ലേ അമ്മ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ ചോദിച്ചത്. അമ്മ ഇന്നെന്താ പുട്ടാണോ? അടുക്കളയിൽ എന്നാ വെച്ചിരിക്കുന്ന വെച്ചെടുത്ത് കഴിച്ചോണം. എടുത്തരാനൊന്നും എന്നെ കൊണ്ട് നേരമില്ല. ഇനിയും നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. കോഴീനെ വളർത്തിയും തേങ്ങ വിറ്റൊക്കെയാണ് ഞാൻ എടുത്ത കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിനക്കാണെങ്കിൽ പഠിക്കാനും ബുദ്ധിയില്ല, വേല എടുക്കാനുള്ള ആരോഗ്യവും ഇല്ല. ഇങ്ങനൊരു മകൻ എനിക്ക് ഇല്ലാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെ കഠിനതപസ്സിലൂടെ ബുദ്ധിഭ്രംശമുള്ള ചത്തശ്രയ മഹാരാജാവ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള മഹാവ്യക്തിയായി തീരുകയായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരെ സഹായിച്ച് യുദ്ധം ജയിക്കാൻ കാരണമായി തീർന്നത്. മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് തുണയായത്. അതായത് പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാമെന്നാണ് ഗീതയിൽ പറയുന്നത്. കഠിന തപസ്സിലൂടെ വരം നേടിയെടുത്തവർ ചരിത്രത്തിൽ ഏറെയുണ്ട്. വെറും ആട്ടിടയനായ ദാവീദിനെ അന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം നൽകുകയും അവൻ മനുഷ്യരിൽ ഏറ്റവും ശക്തനായ ഗോലിയാത്തിനെ വെറും തെറ്റാലുകൊണ്ട് വീഴ്ത്തുകയും ചെയ്തു. അതായത് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ആ ശക്തി നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ബൈബിളിൽ പറയുന്നത് എന്താണോ അത് അന്വർത്ഥമാക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതിൽ നിന്നല്ല ഒരു കാര്യം വ്യക്തമാണ്. എത്ര താഴെക്കിടയിൽ നിന്നുള്ളവനായാലും അവൻ മനസ്സിലാക്കേണ്ടത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് അനുഗ്രഹങ്ങൾ നേടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കണം.
ദൈവം വരുവോ? എന്റെ കാല് കഴിച്ച്. ഭക്ത, ഡാ 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 അമ്മേ, ആരാ? ആരാ? ഞാനാ, ദൈവം. ദൈവമാണെന്നാ. ദൈവോ? ഏത് ദൈവം? എന്റെ ദൈവം ഇതൊന്നുമല്ല. ഇത് മറ്റേ പുള്ളിയല്ലേ? ആര്? കുറെ പാഴുകൾക്ക് വേണ്ടി, അല്ല, കുറെ പാവികൾക്ക് വേണ്ടി മരിച്ച മറ്റേ ഈ കുരിശിലൊക്കെ നോക്കിയിട്ട് ഇതുമല്ല എന്റെ ദൈവം. എനിക്ക് ചെറിയൊന്നും വരുന്നില്ല. ഞാൻ ദൈവമൊന്നുമല്ല, ഞാനൊരു ജിന്നാണ്. ഇതെന്താ ഭൂതമോ? ഇതൊന്നുമല്ല എന്റെ ദൈവം. എന്നാൽ നീ ഒരു പടം കാണിക്കുക, ഞാൻ അതുപോലെ വരാം. പടമൊന്നും എന്റെ കയ്യിലില്ല. അല്ല, ഈ ദൈവത്തിന് സ്വന്തമായിട്ടൊരു രൂപമൊന്നുമില്ലേ? ദൈവത്തിന് രൂപമൊക്കെ ഉണ്ട്. ഞാൻ ആ രൂപത്തിൽ വന്നാൽ നീയൊന്നും അംഗീകരിക്കില്ല. അതൊന്നും സാരമില്ല. ദൈവത്തിന്റെ രൂപത്തിൽ മാത്രം വന്നാ മതി. ചിരിക്കണ്. അപ്പൊ ഇതാണല്ലേ ശരിക്കും ദൈവം? അതെ, ഇതാണ് ശരിക്കും ദൈവം. ഇതെന്ത് വേഷമാണ്? നീയൊക്കെ കാലത്തിനനുസരിച്ച് വസ്ത്രവും വാഹനവും ആയുധങ്ങളും മാറും. ഞങ്ങൾ പുതിയ രീതിയിൽ വന്നാൽ നീയൊന്നും അംഗീകരിക്കില്ല, അല്ലേ? അല്ല ദൈവമേ, ഞാൻ ഈ തപസ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? വർഷോ? നീ ഒരു വർഷം ഇങ്ങനെ തപസ്സിരുന്നാൽ നിന്റെ അസ്ഥി മാത്രമേ ഉണ്ടാകൂ. അതെ, ഞാനൊരു ദൈവമാണ്. കുറച്ചൊക്കെ ബഹുമാനമാകാം. സോറി ദൈവമേ. ഏയ്, സോറി ഒന്നും വേണ്ട. അല്ല, ഞാൻ പെട്ടെന്ന് ദൈവമാണെന്ന് മറന്നുപോയി. നീ എന്തിനാണ് ഇത്രയും വലിയ തപസ്സിരുന്നേ? നിന്നെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ ഇങ്ങോട്ട് വന്നേ. നിങ്ങളൊക്കെ എവിടെയാണ്? സ്വർഗത്തിലാ? നീ ചോദിക്കുന്നത് എന്താണെന്ന് നീ അറിയുന്നില്ല. നിനക്ക് മനസ്സിലാകുമോന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാം. ഇവിടെയുള്ള മനുഷ്യരെക്കാൾ എല്ലാം അധികമാണ് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഭൂമി പോലെയുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും എണ്ണം. ഈ ഗ്രഹത്തിലെല്ലാം നീ തന്നെ ആവർത്തിക്കപ്പെടുന്നു. ഓരോ ഗ്രഹത്തിലും നിങ്ങൾ പല വിധത്തിലാണ്. പലപ്പോഴും നിങ്ങൾ തന്നെ അവരെ ഉറക്കത്തിൽ കാണാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ അതിനെ സ്വപ്നമെന്ന് വിളിക്കും. എന്റെ ദൈവമേ, സത്യം പറഞ്ഞ എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. എനിക്ക് പോയിട്ട് കുറെ പണിയുണ്ട്. നിന്റെ ആഗ്രഹം എന്താണെന്ന് പെട്ടെന്ന് പറയും. എന്റെ പൊന്നു ദൈവമേ, ഇങ്ങനെയൊക്കെ ഒരാളെ ഒരിക്കലും സൃഷ്ടിക്കരുത്. അതിന് നിനക്കിപ്പോ എന്താ കുഴപ്പം? ഒന്നുമില്ലെങ്കിൽ ബുദ്ധി വേണം, അല്ലെങ്കിൽ ശക്തി വേണം. ഇതൊന്നുമില്ലെങ്കിൽ അല്പം സൗന്ദര്യമെങ്കിലും വേണം. ഞാനിങ്ങനെ ആയത് എന്റെ കുറ്റം കൊണ്ടൊന്നല്ലല്ലോ, മറ്റുള്ളവരുടെ പഴികേട്ടും തല്ലുകൊണ്ടു എനിക്ക് മടുത്ത്. അതിന് ഒന്നില്ലെങ്കിൽ എന്നെ സ്വർഗത്തിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ അന്തസ്സായിട്ട് കഴിയണം. കഴിഞ്ഞു? ഇല്ല, കഴിഞ്ഞില്ല. കഴിഞ്ഞു. ഇത് പറയാനാണ് ഞാൻ ഈ തപസ് മൊത്തം ചെയ്തത്. ശരി, നിന്റെ 2 ആഗ്രഹങ്ങളും സാധിച്ചു തരാം. ഒന്ന്,
നിനക്ക് അന്തസ്സായി ജീവിക്കാനുള്ള വരം. അത് കുറച്ച് നാളത്തേക്ക് മറ്റൊരു ഗ്രഹത്തിലെ നിന്റെ തന്നെ ജീവിതം നിനക്ക് ഞാൻ തിരിച്ചു തരും. ഇത് ഇന്നത്തേക്ക് 14-ാം ദിവസം ഞാൻ തിരിച്ചെടുക്കുന്നതായിരിക്കും മരണത്തിന്റെ രൂപത്തിൽ. ശരി, പക്ഷെ ഞാനെങ്ങനെ മരിക്കൂ? ആത്മഹത്യ ചെയ്യാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. ഹേ, ആത്മഹത്യ ചെയ്ത് നിന്നെ എനിക്കും വേണ്ട. ഇന്നേക്ക് 14-ാം ദിവസം വരെ നീ ഈ ഭൂമിയിൽ അടിച്ചു പൊളിച്ചു. 14 ദിവസം എങ്ങനെ മരിക്കുമെന്ന് നീ ചിന്തിക്കുകയേ വേണ്ട. 14-ാം ദിവസം നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ദൈവം പോയാ? ഒരു ടാറ്റ പോലും പറഞ്ഞില്ലല്ലേ? വിക്രമനല്ലേ ഇത്? നടക്കൊക്കെ ശരിയായല്ലോ. എടി, നീ 2 ദിവസമായിട്ട് കാണാനില്ലാന്ന് പറഞ്ഞ ആളല്ല വരുന്നത്. ഇതെന്തൊരു മാറ്റം. ഞാനൊന്ന് നോക്കട്ടെ ട്ടാ. ഒന്ന് നിന്നടാ. നിനക്കിത് എന്ത് പറ്റി? എന്തു പറ്റാൻ? അതല്ല, നിന്റെ മോന്റെ എന്താ ഇങ്ങനെ? എന്റെ മോന്തൊക്കെ എന്താ ഇപ്പൊ കുഴപ്പം? എവിടെ നോക്കട്ടെ. നീ ഇത് എവിടെയാ 3 ദിവസം? അമ്മ എന്തായി പറയണത്? 3 ദിവസമോ? ഞാൻ പോയിട്ട് 30 ദിവസമായി. 30 അല്ലടാ 300. എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ചെക്കൻ. 30 ദിവസോ? അപ്പോ ദൈവം നുണ പറഞ്ഞാണോ? ദൈവം നുണയൊന്നും പറയില്ല. ചിലപ്പോ ഭൂമിയിലെ 3 ദിവസം സ്വർഗത്തിലെ 30 ദിവസമായിരിക്കും. കാശു, ഇതെവിടുന്ന? ശരിയാണല്ലോ. കഴിഞ്ഞ ആഴ്ച ഇവിടെയല്ലേ നമ്മുടെ വാസുവിന്റെ കല്ലും കൊണ്ട് പോയത്? വല്ലാത്തൊരു മാറ്റം തന്നെ അല്ലേ? വിക്രമൻ തന്നെയാണോ? ചേച്ചി, ഒരു സോഡ. അമ്മേ, ദേ വാസു. എന്താടാ നിന്റെ കയ്യിൽ കുറച്ച് കാശ് വന്നു കേട്ട്? കേട്ടല്ലേ? കാശുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം. പ്രതികാരം വാങ്ങത്തില്ലെന്ന് പറഞ്ഞേ വാസുവിനെ ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ, നിനക്ക് കിട്ടിയ കാശൊക്കെ ആശുപത്രി കൊടുത്ത് ചെലവാക്കേണ്ടി വരും കേട്ടാ. ആശുപത്രിയല്ലേ? അത് നമുക്കിപ്പോ ശരിയാക്കാം. അണ്ണം പൊട്ടാ. അണ്ണം പൊക്കോ? പക്ഷേ പഴയൊരു കണക്കുണ്ടായിരുന്നല്ലോ, ഒരു തേങ്ങയുടെ കണക്ക്, ഒരു 654 രൂപയുടെ കണക്ക്. അത് കൊടുത്ത് തന്നിട്ട് അണ്ണം പൊക്കോ. അതിനിടക്ക് കഴിഞ്ഞ ആഴ്ച പലിശ തീർത്തല്ലേ? ഓ, ഇനി കൂട്ടുപലിശ വേണം ഇല്ലടാ.
കാശിങ് തന്നെ. ആരെ പറ്റിച്ച കാശാടാ? പോയി ചേഞ്ച് ആയിക്കൊണ്ടോടാ. കൊണ്ടുപോടാ. കയ്യിൽ ചോരയല്ല. ആരുടെ ഈ ഷോള്? ഗായത്രി. ഈ ഷോള് വേണോ? വേണ്ടേ? അമ്മേ, സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടേ. ഓ എടാ, നിനക്ക് ഇഷ്ടമുള്ള മണിപ്പൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ വേണ്ടമ്മേ, ഞാൻ അങ്ങാടിന്ന് കഴിച്ചു. എടാ വാസു, വാസു, ആ ചാക്കേട്ട് ഇങ്ങനെ എടുത്തേ. നോക്കി നടക്കടാ. മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ നിക്കുവായിരുന്നു. ആ പറഞ്ഞോ അമ്മേ, കേക്കുന്നുണ്ട്. ഇന്നലെ ആ സുമിത്ര വന്നിരുന്നു. സുമിത്രയുടെ മോളെ നിനക്ക് കല്യാണം ആലോചിക്കട്ടെ എന്ന് ചോദിച്ചു. ആര്? ഗായത്രിയോ? എന്റെ ദൈവമേ, സമ്മതിച്ചിരിക്കുന്നു. ദൈവമേ, 1 2 3 4 5 10 13 14 14 തീയതി കഴിഞ്ഞു. ദൈവമേ, 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 പ്ലീസ് ഒന്ന് വരൂ. ദൈവമേ, എനിക്ക് ജീവിക്കണം. എനിക്കിനി താമസം ചെയ്ത് കളയാൻ പോലും സമയമില്ല. ദൈവമേ, എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം. എല്ലാം പഴയ പോലെ ആയാലും കുഴപ്പമില്ല. ദൈവമേ, പ്ലീസ് ഒന്ന് വരൂ. ദൈവമേ, എടാ, നിന്നെ കാണാൻ വാസു വന്നിരിക്കുന്നു. എനിക്ക് പേടിയാവുന്നടാ.
ഇങ്ങോട്ട് താമേ എന്താടാ മോനെ, എന്താ നീ പറയുന്നത്? താമേ എനിക്ക് വേറൊരു സ്വപ്നമല്ല. ഡാ, ഡാ, നീ എന്തായി കാണിക്കുന്നേ? ഡാ, എനിക്ക് ജീവിക്കണം. ഡാ, എടാ, നീ എന്താണ് ചെയ്യാൻ പോന്നെ? മാറ്, ഡാ. മാറ്. വിക്രമ, നീ എന്നോട് ക്ഷമിക്കണം. ഇതാ നിന്റെ 654 രൂപ. വാസു, അത് നീ ഇപ്പോ എന്തിനാ? വിക്രമ, ഞാൻ ഇന്നലെ നിന്നെ സ്വപ്നം കണ്ടടാ. സ്വപ്നോ? അതില് നീ ഇങ്ങനെയൊന്നും അല്ലടാ. ഇന്നലെ കണ്ട പോലത്തെ സ്വപ്നം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനും